നഗരത്തിലെ പ്രധാന പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളിലൊന്നായ പേരൂർക്കര ESI ആശുപത്രിയിൽ ഡോക്ടർമാർ തമ്മിലുള്ള അസ്വാരസ്യങ്ങളെ തുടർന്ന് ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ട് 5 ദിവസം പിന്നിടുന്നു. സാധാരണക്കാരായ നൂറുകണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന ഈ തൊഴിൽ വകുപ്പിന് കീഴിലുള്ള ആശുപത്രിയിൽ നിലവിൽ ഭരണപരമായ അനിശ്ചിതത്വമാണ് നിലനിൽക്കുന്നത്. 2 ദിവസത്തിനകം പ്രശ്നങ്ങൾ പരിഹരിച്ച് ശസ്ത്രക്രിയ വിഭാഗം സാധാരണ നിലയിലാകുമെന്ന് തൊഴിൽ മന്ത്രി നൽകിയ ഉറപ്പ് പാലിക്കപ്പെടാത്തത് രോഗികളെയും അവരുടെ ബന്ധുക്കളെയും ഒരുപോലെ പ്രതിഷേധത്തിലാക്കിയിരിക്കുകയാണ്. ആശുപത്രിയിലെ ശസ്ത്രക്രിയ വിഭാഗം മേധാവി സർജൻ ഡോക്ടർ KG ഗണേഷും അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർ ബിനിൽ കുമാറും തമ്മിലുണ്ടായ തർക്കമാണ് നാടകീയമായ സംഭവ വികാസങ്ങളിലേക്ക് നയിച്ചത്. ഓപ്പറേഷൻ തിയേറ്ററുകളിൽ വെച്ച് ഡോക്ടർമാർ തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ഇത് ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയുമായിരുന്നു. ആശുപത്രിയിലെ ആഭ്യന്തര തർക്കം പുറത്തു വന്നതോടെ 2 ദിവസങ്ങളിലായി നിശ്ചയിച്ചിരുന്ന 6 പ്രധാന ശസ്ത്രക്രിയകളാണ് അനിശ്ചിതത്വത്തിലായത്. ഇതിൽ ഹെർണിയ, അപ്പൻഡിക്സ് തുടങ്ങിയ അസുഖങ്ങൾക്കായി ദിവസങ്ങളോളം കാത്തിരിക്കുന്ന രോഗികൾക്ക് തിയേറ്ററിന് മുന്നിലെത്തിയ ശേഷം മടങ്ങേണ്ടി വന്നത് വലിയ വാർത്തയായിരുന്നു. പ്രശ്നം രൂക്ഷമായതോടെ സർക്കാർ അടിയന്തരമായി ഇടപെടുകയും വിവാദത്തിലായ 2 ഡോക്ടർമാരെയും സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കുകയും ചെയ്തു. എന്നാൽ ഈ സ്ഥലം മാറ്റ ഉത്തരവ് നടപ്പിലാക്കിയതല്ലാതെ പകരം സംവിധാനം ഒരുക്കുന്നതിൽ ആരോഗ്യ തൊഴിൽ വകുപ്പുകൾ പരാജയപ്പെട്ടുവെന്നാണ് നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നത്. സ്ഥലം മാറ്റം ലഭിച്ച സർജന് പകരം മറ്റൊരു ഡോക്ടറെ ഉടൻ നിയമിക്കണമെന്നായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. എന്നാൽ 5 ദിവസമായിട്ട് പുതിയ സർജൻ ചുമതല ഏൽക്കാത്തതിനാൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കാൻ സാധിച്ചിട്ടില്ല. സംസ്ഥാന തൊഴിൽ വകുപ്പിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ആശുപത്രി ആയതിനാൽ തന്നെ മന്ത്രിയുടെ ഇടപെടൽ നിർണായകമായിരുന്നു. എന്നാൽ ഭരണപരമായ നൂലാമാലകൾ ചൂണ്ടിക്കാട്ടി പുതിയ നിയമനം വൈകുന്നത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ചികിത്സയ്ക്കായി എത്തുന്ന ESI ഗുണഭോക്താക്കൾ ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ്. സാധാരണക്കാരായ തൊഴിലാളികൾ തങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് വിഹിതമടച്ച് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന ESI സംവിധാനത്തിൽ ഡോക്ടർമാരുടെ ഈഗോയുടെ പേരിൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നത് നീതീകരിക്കാനാവില്ലെന്ന് രോഗികൾ ആരോപിക്കുന്നു. ആശുപത്രി സൂപ്രണ്ടിന്റെ നിയന്ത്രണത്തിലല്ലാത്ത വിധം ഡോക്ടർമാരുടെ ചേരിതിരിവ് ഇവിടെ രൂക്ഷമാണെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ശസ്ത്രക്രിയകൾ മുടങ്ങിയ വിവരം മാധ്യമങ്ങൾ പുറത്തുവിട്ടതിനെ തുടർന്ന് വലിയ പൊതുജന രോക്ഷമാണ് ഉയരുന്നത്. ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് വിഭാഗം അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെങ്കിലും പകരം സംവിധാനത്തിന്റെ അഭാവം ആശുപത്രിയെ നിശ്ചലമാക്കിയിരിക്കുകയാണ്. നിലവിൽ ഓപ്പറേഷൻ തിയേറ്റർ പൂട്ടിയ നിലയിലാണ്. സർജൻ ഇല്ലാത്തതിനാൽ അത്യാഹിത വിഭാഗത്തിലെത്തുന്ന സങ്കീർണമായ കേസുകൾ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. മെഡിക്കൽ കോളേജിലെ തിരക്ക് പരിഗണിക്കുമ്പോൾ ESIയിൽ നിന്ന് രോഗികളെ അങ്ങോട്ടയക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള തിയേറ്റർ ലിസ്റ്റിലെ രോഗികൾക്ക് പുതിയ രീതി നൽകാൻ പോലും നിലവിൽ ആശുപത്രി അധികൃതർക്ക് സാധിക്കുന്നില്ല. പുതിയ ഡോക്ടർ എപ്പോൾ വരുമെന്ന കാര്യത്തിൽ കൃത്യമായി വിവരം നൽകാൻ സൂപ്രണ്ടിനും കഴിയുന്നില്ല. ESI ആശുപത്രികളിലെ ഡോക്ടർമാരുടെ കുറവ് നേരത്തെ തന്നെ വലിയ ചർച്ചയായിരുന്നു. ഇതിനിടയിലാണ് നിലവിലുള്ളവർ തമ്മിലുള്ള പോര് കാരണം ചികിത്സ മുടങ്ങുന്നത്. ഡോക്ടർമാർ തമ്മിലുള്ള തർക്കം ഓപ്പറേഷൻ തിയേറ്ററിന്റെ അച്ചടക്കത്തെയും രോഗികളുടെ സുരക്ഷയെയും ബാധിക്കുമെന്നതിനാൽ കർശന നടപടി വേണമെന്ന് ആരോഗ്യ പ്രവർത്തകരും ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ശിക്ഷാ നടപടിയായി നടത്തിയ സ്ഥലം മാറ്റം ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കാത്ത രീതിയിൽ മുൻകൂട്ടി പ്ലാൻ ചെയ്യണമെന്നായിരുന്നു വിമർശനം സർക്കാരിനെതിരെ ഉയരുന്നുണ്ട്. മന്ത്രിയുടെ ഉറപ്പ് പാഴായതോടെ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളും ട്രേഡ് യൂണിയനുകളും പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനാണ് സാധ്യത. തൊഴിലാളികളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന സർക്കാരിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ തൊഴിലാളികൾക്ക് തന്നെ ചികിത്സ നിഷേധിക്കപ്പെടുന്നത് ഗൗരവകരമായ വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്.